പെട്ടെന്ന് നമുക്ക് പത്രത്തിൻ്റെ വാർത്തകളൊന്ന് നോക്കിയിട്ട് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പ്രധാനമായിട്ടും പത്രങ്ങൾ പശ്ചിമേഷ്യയിൽ തന്നെയാവാൻ നിൽക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ എങ്കിലും വളരെ പ്രധാനപ്പെട്ട വാർത്ത മനോരമയും മാതൃഭൂമിയും ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കോടതി പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിക്കുകയാണ് തിരഞ്ഞെടുത്ത ടൂറിസം കേന്ദ്രങ്ങളിൽ. വേണ്ട പ്ലാസ്റ്റിക് ആഘോഷം എന്ന തലക്കെട്ടിലാണ് മലയാള മനോരമ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയും അതേ വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട. മാതൃഭൂമിയുടെ തലക്കെട്ട് പ്ലാസ്റ്റിക് വിരുദ്ധ യുദ്ധം എന്ന മാതൃഭൂമി, വേണ്ട പ്ലാസ്റ്റിക് ആഘോഷം എന്ന് മനോരമ. തടഞ്ഞത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ്. അതായത് 1 ലിറ്റർ വെള്ളമടക്കം തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സംസ്ഥാനത്തെ കല്യാണ ഓഡിറ്റോറിയങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം. സാധാരണ അവിടെ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ചെറിയ ഗ്ലാസ് കുപ്പി കൊടുക്കുമായിരുന്നു, നടക്കൂല. പിന്നെ ഓഡിറ്റോറിയങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ ഇടങ്ങളിലും തിരക്കേറിയ 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാർ ചടങ്ങുകളിലും നിരോധനം ബാധകമാണ്. നല്ല തീരുമാനം കേട്ടോ, ഗംഭീരമായ തീരുമാനം. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതലാണ് പ്രാബല്യം. അതുവരെ സമയമുണ്ട്. 1 ലിറ്റർ അടക്കമുള്ള എല്ലാ കുപ്പികളും നീക്കേണ്ടി വരും. ഒറ്റത്തവണയുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും ഓഡിറ്റോറിയങ്ങളിൽ നിന്ന്, റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്, 10 തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നിന്ന്. മൂന്നാറിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുപോകരുത്. തേക്കടി, വാഗമൺ, അതിരപ്പള്ളി, ചാലക്കുടി അതിരപ്പള്ളി സെക്ടർ, നെല്ലിയാമ്പതി, വയനാട് പൂക്കോട് തടാകം, ബത്തേരി, വയനാട് കർലാട് തടാകം, അമ്പലവേലിലെ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം തുടങ്ങി. എന്തൊക്കെയാ നിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്നറിയാമോ? 10 നിർദ്ദേശങ്ങൾ. ഏറ്റവും പ്രധാനം, 5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ, 2 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ശീതള പാനീയങ്ങൾ, പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ, പ്ലേറ്റ്, കപ്പ്, സ്പൂൺ, കത്തി തുടങ്ങിയവയ്ക്കുള്ള വിലക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നടക്കും. ഇപ്പം നമ്മൾ കൊടൈക്കനാലിൽ അടുത്ത കാലത്ത് പോയ സമയത്ത് അവിടെ 5 ലിറ്ററിന്റെ കുപ്പിയെ കിട്ടത്തുള്ളൂ, 1 ലിറ്ററിന്റെ കുപ്പി കിട്ടത്തില്ല. അപ്പം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി കൂടാതെ നമ്മൾ ആലോചിച്ചതാണ് പലപ്പോഴും. പിന്നെ പലപ്പോഴും നമുക്ക് പണ്ട് നമ്മൾ ഈ കുപ്പി ഉള്ളതൊന്നും കൊണ്ടല്ലോ നമ്മുടെ അപ്പനപ്പന്മാർ. അപ്പം അത് സാധ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അതൊരു മനസ്സ് വയ്ക്കണം എല്ലാവരും. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഒക്കെ ആൾക്കാർ ഇത്രയും വലിയൊരു 5 ലിറ്റർ കുപ്പിയായിട്ട് പോകാൻ സാധ്യതയില്ലല്ലോ. അതെ, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല തീരുമാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാതൃഭൂമിയിൽ അതാണ് പ്രധാനപ്പെട്ട വാർത്ത. ദേശാഭിമാനിയിൽ മൊസാദ് വിറച്ചു, ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും, വെടിനിർത്തലല്ല യഥാർത്ഥാന്ത്യം ഉടനെന്ന് ട്രംപ്. അതെ, ദേശാഭിമാനിയിലെ വാർത്തയുടെ ലീഡിന്റെ ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നുവെന്ന ആംഗിളിലാണ് ദേശാഭിമാനി അത് ലീഡാക്കി നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഇറാൻ കീഴടങ്ങണം, ട്രംപിന്റെ അന്ത്യശാസനമാണ്, ഒരു മുന്നറിയിപ്പാണ് മാതൃഭൂമിയിലെ ലീഡ്. യഥാർത്ഥത്തിൽ ഇന്നലത്തെ ലീഡ് അത് തന്നെയാണ്. അമേരിക്ക ഇറാനോട് കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. മാത്രവുമല്ല, ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ പോയി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരു വാർ റൂം തുടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ചർച്ചയ്ക്ക് JD വാൻസുമായിട്ട് ആലോചന നടക്കുന്നുണ്ട്. വിദേശികളടക്കം ടെഹ്റാൻ വിടുന്നു, ആശങ്ക, പലായനം എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. AFPയിൽ ഒരു ചിത്രം കൂടി മനോരമ പങ്കുവയ്ക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേൽ നഗരമായ ടമാറയിൽ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിലെ 3 പേരുടെ സംസ്കാര ചടങ്ങിൽ വിങ്ങിപ്പൊട്ട് നിൽക്കുന്ന മനുഷ്യർ. അവിടെ നിന്ന് എല്ലാം വരുന്ന കാഴ്ചകൾ ഇതുതന്നെയാണ് എന്നുള്ളതാണ്. 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമീനിയയിലേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. സംഘർഷം 5 ദിവസം പിന്നിടവേ ഇറാന്റെ യുദ്ധകാല സേനാ മേധാവി അലി ഷാദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അലി ഷാദ്മാനി ആരാണ്? നമ്മുടെ മുഹമ്മദ് ബാഖേരിക്ക് ശേഷം സൈനിക ചുമതല കൊടുത്തയാളാണ്. അയാളെയും തട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ സംയുക്ത പ്രതിരോധ തലവൻ, അതേപോലെ സംയുക്ത സേനാ മേധാവി, ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവി, ഇന്റലിജൻസ് മേധാവി, താൽക്കാലികമായിട്ട് കൊണ്ടുവന്ന ഒരു ചീഫ്, ആർമി ചീഫ്, ഇവരെല്ലാം ഇസ്രായേൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാതൃഭൂമിയിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഈ തഗ് ലൈഫ് വിവാദം ഉണ്ടായിരുന്നല്ലോ, അതിൽ സുപ്രീം കോടതി നിലപാട് ഘടിപ്പിച്ചു. സിനിമ കാണരുതെന്ന് തോക്ക് ചൂണ്ടി പറയാനാകില്ല എന്നാണ് പ്രധാനപ്പെട്ട വിധിയാണ്. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. കർണാടക ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു. എന്താ മെച്ചുറിഷ ഒരു വിധിയാണല്ലേ അത്? ഒരു തീവ്രദേശീയത ബോധമുള്ള പ്രകടനം ഓരോരുത്തർക്കും നടത്താനുള്ള കഴിയുമല്ലോ. അതിന്റെ പേരിൽ ഒരു സിനിമ നിരോധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? അങ്ങനെ സർക്കാരുകൾ തുടങ്ങിയാൽ എന്താവും അവസ്ഥ? ഗംഭീരമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു നായ കടിച്ചതിന്റെ ചിത്രം ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ പേജിൽ. അത് ഹെഡ്ലൈൻ വളരെ രസകരമാണ്. കടി നിർത്തൽ അകലെ.
അത് കൃത്യമായി അവർ പറയുന്നുണ്ട്. കടി നിർത്തൽ. 50ഓളം ആളുകളെ ഒരു നായ ഇന്നലെ കടിച്ചു എന്നാണ്. അതെ, പക്ഷെ ആ നായ ചെത്ത നിലയിൽ കാണപ്പെട്ടു. അങ്ങനെ പക്ഷെ അതൊരു ആശങ്കയാണ്. ആ നായ്ക്ക് എന്തെങ്കിലും പേവിഷബാധയുണ്ടെങ്കിൽ ആ 50 പേരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മാതൃഭൂമിയുടെ ആദ്യ പേജിലെ ആ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോഴും ആശങ്കപ്പെടുന്നതും അത് തന്നെയാണ്. ഇന്നലെ നമുക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആശങ്കയോടെ കണ്ടിരുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ നായ കടിക്കുന്നതൊക്കെ ഓരോരുത്തരും കടിച്ച് പോകുന്നത്. എങ്ങനെയാണ് ഒരു 50 പേരെയൊക്കെ ഒരു നായ ഇങ്ങനെ കടിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതാണ് ഖാംന ഈ കീഴടങ്ങണം, ഒളിയിടം അറിയാം, ട്രംപിന്റെ മുന്നറിയിപ്പ്. ഖാംന ഈ കീഴടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങിക്കളിച്ച് US. മാധ്യമത്തിന്റെ വാർത്തയാണ്. ഖാംനയെ കാത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഖമനയെ കാത്തിരിക്കുന്നത്. അത് ഖാംനയി എന്നാണ് മാധ്യമം ഉച്ചരിക്കുന്നത്. ഖാംനയി എന്നാണ്, അയത്തുള്ള അലി ഖമീനി എന്നാണ് നമ്മൾ പറയാറ് അല്ലെ. അപ്പോൾ ഇറാൻ സൈനിക പ്രമുഖൻ ജനറൽ അലി ഷാത്മാനിയെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ബസ് പരിശോധിക്കുന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ ചിത്രം കൂടി മാധ്യമം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ദേശീയപാതയിലെ കുരുക്കിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ മനോരമയുടെ. പറ്റിയായിരിക്കും നമ്മുടെ ജെയ്സൺ റിപ്പോർട്ട് ചെയ്തല്ലേ, പാലിയേക്കരയും മണ്ണുത്തിയും പട്ടിക്കരയും ഒക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന്. യാത്രക്കാർക്ക് തൃപ്തികരമായ സേവനം ലഭിക്കുന്നതുവരെ റോഡ് ടോൾ നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി. രൂക്ഷമായ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഉപഹർജിയിലായിരുന്നു ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് പുലർച്ചെയും വൈകുന്നേരവും. അപ്പോൾ എന്തായാലും ഇങ്ങനെയെങ്കിൽ ടോൾ നിർത്തൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദേശാഭിമാനിയില് മറ്റേ എയർ ഇന്ത്യ 6 ഡ്രീം ലൈനർ സർവീസ് റദ്ദാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസം കണ്ട. ഈ വിമാനങ്ങൾ റദ്ദാക്കി, പല വിമാനങ്ങൾ. കാര്യം അവരുടെ സാങ്കേതികമായിട്ടുള്ള പരിശോധന തുടരുന്നതിനിടയിലാണ് കുറെ കുറ്റങ്ങളുണ്ടെന്ന് മനസ്സിലായത്. ശ്രുതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുവരെ ഈ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനത്തിൽ യാത്ര ചെയ്ത മനുഷ്യരൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ. ഇനി ഒരു വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. ഇതാ വരുന്നു, കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കൂ. പക്ഷെ പൈസ കൂട്ടിയിട്ടില്ല, 10 രൂപ. അത് UP വിദ്യാർത്ഥികൾക്ക് 6 രൂപ 78 പൈസയും, LP വിദ്യാർത്ഥികൾക്ക് 6 രൂപ 78 പൈസയും, UP മുതൽ 10 രൂപ 17 പൈസയുമാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, ക്യാരറ്റ് റൈസ് എന്നിവയും ഉൾപ്പെടുത്താം. മുട്ട അവിയൽ, കുരുമുളകിട്ട മുട്ട റോസ്റ്റ് തുടങ്ങിയവയും വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം പരിഷ്കരിച്ച മെനുവിലുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി കൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി എന്നിവയും മാസത്തിൽ 1-2 ദിവസം മൈക്രോ ഗ്രെയിൻസും നൽകാം എന്നുള്ളതാണ്. അപ്പം ഭക്ഷണം കഴിച്ച് പഠിച്ച് വളരെ